ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാർമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫാർമക്കോളജിക്കലി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് ആണ്. അപ്പോൾ അരിത്മിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഹാർട്ട് ബീറ്റ് ആണ്. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ അരിത്മിയ അല്ലെങ്കിൽ ഡിസ് അരിത്മിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷനും ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒരു നോട്ട് പോലെ നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് നോക്കാം. ഇനി ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് എന്താണെന്ന് നോക്കാം. ദ ആവറേജ് ഹാർട്ട് ബീറ്റ് ഇൻ അഡൾട്ട് ഈസ് 72 per minute. എ റേറ്റ് ബിലോ 60 per minute ഈസ് കോൾഡ് ബ്രാഡിക്കാർഡിയ. അപ്പം ഒരു ആവറേജ് ഹാർട്ട് ബീറ്റ് എത്രയാണ്? നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആവറേജ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 72 per minute ആണ്. അതേപോലെ എ റേറ്റ് ബിലോ 60 per minute പറയുന്നതാണ് നമ്മൾ ബ്രാഡിക്കാർഡിയ. ബ്രാഡിക്കാർഡിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ബ്രാഡിക്കാർഡിയ ടക്കിക്കാർഡിയൊക്കെ നോർമലി ഉപയോഗിക്കുന്ന കോമൺ വേർഡാണ്. കോമൺ വേർഡ് മീൻസ് ഫാർമക്കോളജിക്കലി മെഡിസിനിൽ ഈ ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന വേർഡ്സാണ് ബ്രാഡിക്കാർഡിയ ടക്കിക്കാർഡിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റേറ്റ് ബിലോ 60 per minute ഈസ് കോൾഡ് ബ്രാഡിക്കാർഡിയ ആൻഡ് ഹയർ ദാൻ 90 per minute 90 per minute കൂടുതലാണെങ്കിൽ അതിൽ നമ്മൾ ടക്കിക്കാർഡിയ എന്ന് പറയും. 60 താഴെയാണെങ്കിൽ കുറവാണെങ്കിൽ നമ്മളതിന് ബ്രാഡിക്കാർഡിയ എന്ന് പറയും. അപ്പോൾ ആവറേജ് ഹാർട്ട് ബീറ്റ് എത്രയാണ്? 72 per minute. അപ്പോൾ അബ്നോർമൽ ഹാർട്ട് ബീറ്റ് ഈസ് കോൾഡ് അരിത്മിയ അല്ലെങ്കിൽ ഡിസ് അരിത്മിയ എന്ന് പറയുന്നു. ഇത് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത്? ക്യാൻ ബി ഡ്യൂ ടു ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് കാരണം എന്താണ് ഈ അരിത്മിയ ഉണ്ടാകുന്നതിനുള്ള ഫസ്റ്റ് കാരണമാണ്. ഫസ്റ്റ് വൺ, abnormal impulse generation at a ectopic pacemaker instead of SA node. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്തൊക്കെ കാരണമാണ്? സെക്കൻഡ് റീസൺ എന്താണ് ഈ അരിത്മിയ ഉണ്ടാകാനുള്ള സെക്കൻഡ് റീസൺ എന്താണ്? സെക്കൻഡ് റീസൺ ആണ് ഇംപയർഡ് ഇമ്പൾസ് കണ്ടൻഷൻ അറ്റ് AB നോഡ്. തേർഡ് റീസൺ ആണ് റീ എൻട്രി ഫിനോമിന. അപ്പോൾ ഇത്രയും കാരണമാണ് നമ്മുടെ അരിത്മിയാസ് ഉണ്ടാകുന്നത്. If the rate of beating of atria is 250 to 350 minute is called atrial flutter, and if the rate of beating is more than 350 per minute is called atrial fibrillation, but condition is not very serious. The ventricular flutter or fibrillation is a very serious condition and heart failure may occur. Drug used to prevent or treat irregularities of cardiac arrhythmias is called antiarrhythmic drugs and may act by depressing the excitability and the conduction അല്ലെങ്കിൽ transmission of impulse in the cardiac muscles. Antiarrhythmic drugs can be classified based on their mechanism of action, but some drugs have multiple effects and can be put in different groups. നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി അരിത്മിക് ഡ്രഗ്സ്. ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് ആക്ട് ബൈ ബ്ലോക്കിംഗ് സോഡിയം, പൊട്ടാസ്യം ഓർ കാൽസ്യം ചാനൽസ് ആൻഡ് സം ഹാവ് അഡീഷണൽ എഫക്റ്റ് ആൻഡ് ക്യാൻ ബി പുട്ട് ഇൻ മോർ ദാൻ വൺ ക്ലാസ്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വണ്ണാണ് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. അതിനെ നമ്മൾ മെമ്മറി സ്റ്റെബിലൈസിങ് ഏജൻസ് എന്ന് പറയുന്നു. ദ പ്രൈമറി ആക്ഷൻ ഓഫ് ദോസ് ഈസ് ടു ലിമിറ്റ് ദ കണ്ടക്ഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം അക്രോസ് ദ സെൽ മെമ്മറി ആൻഡ് ദസ് interfere with the depolarization. Those are further subdivided into 3 subgroups according to their effect on action, potential, duration. സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ മെമ്പറൈൻ സ്റ്റെബിലൈസിങ് ഏജൻസിനെ 3 സബ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1A ആണ് to suppress AV condition and prolong depolarization by inhibiting sodium entry of phase. അതിന് എക്സാമ്പിൾ ആണ് ക്വിനിൻ, പ്രൊക്കേനാമൈഡ്, ഡിസോപൈറാമൈഡ് ആൻഡ് മോറിക്കിസിൻ. അപ്പം അത്രയുമാണ് എന്താ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ ഫസ്റ്റ് 1A സബ് ഡിവിഷനിലുള്ള എക്സാമ്പിൾസ്. ഇതിന് മെയിൻ ഡ്രഗാണ് ക്വിനിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് 1B ആണ് ടു സ്വിച്ച് ഷോർട്ടൺ ഡീപോളറൈസേഷൻ. ഫസ്റ്റ് പ്രൊലോങ് ഡീപോളറൈസേഷൻ ആയിരുന്നു. AV കണ്ടക്ഷൻ ആൻഡ് പ്രൊലോങ് സപ്രസ് AV കണ്ടീഷനും പ്രൊലോങ് ഡീപോളറൈസേഷൻ ആണ്. എങ്ങനെ? ബൈ ഇൻഹിബിറ്റിംഗ് സോഡിയം എൻട്രി ഓഫ് ഫേസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് പ്രൊലോങ് ഡീപോളറൈസേഷൻ ആൻഡ് സപ്രസ് AV കണ്ടക്ഷൻ ആയിരുന്നു ഫസ്റ്റ് 1A സബ് ഡിവിഷനുള്ള ഫസ്റ്റ്
അതിന് എക്സാമ്പിൾസ് ആയിരുന്നു ക്വിനിനും പ്രൊക്കൈനാമൈഡും ഡിസോപൈറാമൈഡും ആൻഡ് മോറിക്കിസിനും. അപ്പം നെക്സ്റ്റ് ഈ 1B ആണ് തൂസ് വിച്ച് ഷോർട്ടൺ ഡീപോളറൈസേഷൻ ഷോർട്ടൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ സപ്രസ് ഓട്ടോമാറ്റിസിറ്റി ആൻഡ് അപ്പോൾ ഷോർട്ടൺ ഡീപോളറൈസേഷൻ ആൻഡ് ദേ സപ്രസ് ഓട്ടോമാറ്റിസിറ്റി ആൻഡ് ഇൻക്രീസ് കണ്ടക്ഷൻ വെലോസിറ്റി ആൻഡ് ഷോർട്ടൺ റിഫ്രാക്റ്റീവ് പീരീഡ്. അതിന് എക്സാമ്പിൾസ് ആണ് ലിഗ്നോക്കെയിൻ, ഫെനിറ്റോയിൻ, മെക്സിലിറ്റീൻ, ടൊക്കെയ്നൈഡ് ആണ് ഇതിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് 1C ആണ് തൂസ് വിച്ച് ഹാവ് നോ എഫക്റ്റ് ഓൺ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ബട്ട് മെയിൻലി സ്ലോ ഫേസ് സീറോ ഡീപോളറൈസേഷൻ. എക്സാമ്പിൾസ് ആണ് ഫ്ലെക്കൈനൈഡ്, എൻകെയ്നൈഡ് ആൻഡ് പ്രൊപ്പാഫിനോൺ. ഈ ഫ്ലെക്കൈനൈഡിൻ്റെ സ്പെല്ലിങ് FLECAINIDE, എൻകെയ്നൈഡിൻ്റെ സ്പെല്ലിങ് ENCAINIDE. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് 1ൽ 3 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ 1, 2, 3, 4, 5, 6, 5 വരെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് 1 പഠിച്ചു, അതിൽ 3 സബ് ഡിവിഷൻ പഠിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് അഡ്രിനർജിക് ബീറ്റാ ബ്ലോക്കേഴ്സ്. അതിനകത്തുള്ളതാണ് ബീറ്റാ ബ്ലോക്കേഴ്സ് ലൈക്ക് പ്രപ്രനലോൾ, ഈസ്മോലോൾ, സോറ്റലോൾ, അസിബ്യൂട്ടോലോൾ. അഡ്രിനർജിക് ന്യൂറോൺ ബ്ലോക്കേഴ്സ് ലൈക്ക് ബ്രിട്ടിലിയം ആൻഡ് എഡ്രോഫോണിയം. നമ്മളത് കഴിഞ്ഞ ആൻറ്റി ഹൈപ്പർടെൻസീവ് ക്ലാസ് പഠിച്ചായിരുന്നു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അത് പ്രൊലോങ്ങേഷൻ ഓഫ് റീപോളറൈസേഷൻ. എക്സാമ്പിൾസ് ആണ് ബ്രിട്ടിലിയം, സോറ്റലോൾ, അമിയോഡറോൺ ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. അമിയോഡറോൺ, ഐബ്യൂട്ടിലൈഡ്, ഡെഫിറ്റിലൈഡ്, ഐബ്യൂട്ടിലൈഡിൻ്റെ സ്പെല്ലിംഗ് IBUTILIDE, ഡെഫിറ്റിലൈഡിൻ്റെ സ്പെല്ലിങ് DEFETILIDE. നെക്സ്റ്റ് ഫോർത്താണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. തൂസ് ഡിക്രീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ആൻഡ് ഡിക്ലൈൻ phase 2. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് വെറാപ്പമിൽ, ഡിൽറ്റിയാസം. ഫിഫ്ത്താണ് അതേഴ്സ്. എക്സാമ്പിൾസ് ആണ് ഡിജിറ്റാലിസ് ആൻഡ് അഡിനോസിൻ. അപ്പം ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ആണ് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്, സെക്കൻഡ് വൺ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, തേർഡ് വൺ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഫോർത്ത് വൺ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, എയ്ത്ത് വൺ അതേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിഅറിത്മിക് ഡ്രഗ്സ് മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൽ പഠിച്ചായിരുന്നു അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്.